പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സെക്കൻഡ് ഇയർ സിലബസിലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ തുടർച്ചയാണ്. മാത്തമാറ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് കാൽക്കുലസ്. അതാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ലിമിറ്റ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ചയാണ് സെക്കൻഡ് ഇയറിലെ കണ്ടിന്യൂറ്റി. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള ലിമിറ്റ്സ് എന്നുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ അതിൽ പഠിച്ചിരുന്നത്, എന്താണ് ലിമിറ്റ്, അതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു, ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് പഠിച്ചു. ഓർക്കുന്നുണ്ട് ഏതൊക്കെയായിരുന്നു എന്നുള്ളത്? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, അത് വർക്കൗട്ട് ആവാത്തിടത്ത് മറ്റൊരു മെത്തേഡ് പഠിച്ചിരുന്നു, ഫാക്ടറൈസേഷൻ. ഈ രണ്ട് മെത്തേഡ്സ് നിങ്ങൾക്കൊന്ന് ഓർമ്മയിൽ വരാൻ വേണ്ടി ഞാൻ ആ രണ്ട് മെത്തേഡിലും ഓരോ എക്സാമ്പിൾ ബോർഡിൽ ചെയ്യാം, ശ്രദ്ധിച്ച് കാണാം. ഇവാലുവേറ്റ് ദ ഫോളോയിങ്. Question number 1. Limit x tends to 3, x square plus 1. എങ്ങനെയാണ് ഈ ലിമിറ്റ് ഇവാലുവേറ്റ്? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ പറയുന്ന ഫംഗ്ഷനിൽ എക്സിന് 3 എന്ന് കൊടുത്തു. Then we get 3 square plus 1 is equal to 9 plus 1 is equal to 10. ഇതാണ് ഈ ഫംഗ്ഷൻ്റെ 3 എന്ന പോയിന്റിലെ ലിമിറ്റ്. ഇതാണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. എന്നാൽ അത് വർക്കൗട്ട് ആവാത്ത കേസുകൾ ഉണ്ടാവും. ഉദാഹരണമായിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 2. ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പറ്റില്ല. ഇതിൽ എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 0/0 എന്നുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് വരിക. അപ്പോൾ നമ്മളവിടെ മറ്റൊരു ഭാഗം, അതാണ് നമ്മൾ പറഞ്ഞ ഫാക്ടറൈസേഷൻ മെത്തേഡ്. നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് പറയുന്നതിന് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് ഫാക്ടറൈസ് ബൈ എക്സ് മൈനസ് 2. അതിൽ എക്സ് മൈനസ് 2 ക്യാൻസൽ ചെയ്ത് ഇനി ബാക്കി വരുന്നത് എക്സ് പ്ലസ് 2 എന്നിട്ടാണ്. അതിൽ എക്സിന് 2 കൊടുത്താൽ 2 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 4. ഇതാണ് ഈ പറയുന്ന ഫംഗ്ഷൻ്റെ 2 എന്ന പോയിന്റിലെ ലിമിറ്റ്. ഇതാണ് ലിമിറ്റ് വാല്യൂറ്റ്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച രണ്ട് മെത്തേഡ്സ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനും ഫാക്ടറൈസേഷനും. പിന്നീട് നമ്മൾ എന്താ പഠിച്ചിരുന്ന് നോക്കുന്നുണ്ട്, ലിമിറ്റ്സ് എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടുകളാണ് ഇനി ഞാൻ ബോർഡിൽ എഴുതുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൾജിബ്രിക് ലിമിറ്റ് പഠിച്ചിരുന്നു നമ്മൾ. എന്താണത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഈസ് ഈക്വൽ ടു എൻ എ റൈസ് ടു എൻ മൈനസ്. അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള 1-2 റിസൾട്ട് കൂടെ റിസൾട്ടായിട്ട് പഠിക്കുന്നത് തന്നെയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, എക്സ് റൈസ് ടു എം മൈനസ് എ റൈസ് ടു എം ബൈ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എം ബൈ എൻ എ റൈസ് ടു എം മൈനസ് എൻ, എം ബൈ എൻ എ റൈസ് ടു എം മൈനസ് എൻ. മറ്റൊന്ന് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 1 plus x all raised to n minus 1 by x is equal to n. ഇത് മൂന്നും ആൾജിബ്രിക് ലിമിറ്റുകളാണ്. ഇതുപോലെ നമ്മൾ പഠിച്ചിരുന്ന കുറച്ച് ട്രിഗണോമെട്രിക് ലിമിറ്റുകൾ. ഇനി അത് നാലാമത്തേതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രിഗണോമെട്രിക് ലിമിറ്റ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, sin x by x is equal to 1. ഇതേ റിസൾട്ട് ടാനിലും ഉണ്ട്.
limit x tends to 0 tan x by x is equal to 1. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച റിസൾട്ട്. നമ്പർ 6 limit x tends to 0 sin ax by x is equal to a. ഇതേ റിസൾട്ട് ഏതിലും എഴുതാൻ പറ്റും? ടാനിലും എഴുതാൻ പറ്റും. നമ്പർ 7 limit x tends to 0 tan ax by x is equal to a. Number 8 limit x tends to 0 sin ax by sin bx is equal to a by b. Limit x tends to 0 sin ax by sin bx is equal to a by b. ഇനിയും ട്രിഗണോമെട്രിക് ലിമിറ്റുകളുണ്ട്, നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഞാൻ ബോർഡിൽ എഴുതും. ഇനി നമ്മൾ പഠിച്ചിരുന്ന അഡീഷണൽ ടോപ്പിക് ആയിട്ട് എക്സ്പോണൻഷ്യൽ ലിമിറ്റ്, ലോഗരിതമിക് ലിമിറ്റ്. തന്നെ ലിമിറ്റ് x tends to 0 e raised to x minus 1 by x is equal to 1. അതിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു റിസൾട്ടാണ് ലിമിറ്റ് x tends to 0 e raised to ax minus 1 by x is equal to a. ഇത് രണ്ടും എക്സ്പോണൻഷ്യൽ ലിമിറ്റ് ആണെങ്കിൽ ഇതുപോലെ രണ്ട് ലോഗരിതമിക് ലിമിറ്റ് നമുക്ക് പറയാം. ലിമിറ്റ് x tends to 0 log 1 plus x by x is equal to 1. അതിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു റിസൾട്ട് ലിമിറ്റ് x tends to 0 log 1 plus ax by x is equal to a. ഇത്രയും റിസൾട്ടുകൾ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. ആൾജിബ്രിക് ലിമിറ്റ്, ട്രിഗണോമെട്രിക് ലിമിറ്റ്, എക്സ്പോണൻഷ്യൽ ലിമിറ്റ്, ലോഗരിതമിക് ലിമിറ്റ്. എന്നാൽ ഇനി നമുക്ക് നമ്മളുടെ ചാപ്റ്ററിലേക്ക് വരാം. എന്താ നമ്മളുടെ ചാപ്റ്ററിൻ്റെ പേര്? കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് കണ്ടിന്യൂറ്റി. നമ്മൾ സാധാരണ പറയാനുള്ള വാക്കാണ് കണ്ടിന്യൂസ് ആയിട്ട്, തുടർച്ചയായിട്ട് എന്നതാണ്. ഇവിടെയും കണ്ടിന്യൂറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അപ്പൊ ഇവിടെ എന്താ കണ്ടിന്യൂസ് ആവുന്നത്? നമ്മൾ കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് എന്നാണ് നമ്മുടെ ഫസ്റ്റ് സൈഡ്. ഒരു ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കണ്ടിന്യൂസ് ആവുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ആ പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് ആ പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ആ പർട്ടിക്കുലർ പോയിന്റിൽ ആ പറയുന്ന ഫംഗ്ഷൻ ഗ്രാഫിന് ബ്രേക്ക് ഉണ്ടാവില്ല. എവിടെ ഗ്രാഫിന് ബ്രേക്ക് വരുന്നോ അവിടെ എന്തായിരിക്കും? ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലാവുമല്ലോ. കണ്ടിന്യൂസ് ആവുമെന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ ഗ്രാഫ് കണ്ടിന്യൂസ് ആവുക, ഡിസ്കണ്ടിന്യൂസ് ആവുക എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ ഗ്രാഫിന് ബ്രേക്ക് ഉണ്ടാവും. എന്നാൽ ഇതിനെ മാത്തമാറ്റിക്കലായിട്ട് എങ്ങനെ പറയാം? A function f is said to be continuous at x equal to a if limit x tends to a f of x is equal to f of a. എ എന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷനാണ്. ആ പറയുന്ന പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷന് വാല്യൂ ഉണ്ടായിരിക്കണം. ആ പറയുന്ന എ എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ആ ലിമിറ്റും ഫംഗ്ഷന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ കണ്ടിന്യൂസ് ആവണമെങ്കിൽ, എ എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷന് വാല്യൂ ഉണ്ടായിരിക്കണം, എഫ് ഓഫ് എ ഡിഫൈൻഡ് ആയിരിക്കണം. ആ പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ലിമിറ്റും ഫംഗ്ഷന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അഥവാ ആ പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി ഫംഗ്ഷൻ വാല്യൂ ലിമിറ്റ് ഇല്ലാന്ന് വിചാരിച്ചു, എപ്പോഴും ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുക, ലെഫ്റ്റ് ലിമിറ്റ് ഇല്ലാതിരുന്നാൽ മതി, അല്ലെങ്കിൽ റൈറ്റ് ലിമിറ്റ് ഇല്ലാതിരുന്നാൽ മതി. ഇനി രണ്ടും ഉണ്ടായിട്ടും ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഈക്വൽ ആവാതിരുന്നാൽ മതി.
ഈ അവസ്ഥയിലൊക്കെ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ലിമിറ്റ് ഇല്ലാതെ വന്നാലും കണ്ടിന്യൂസ് ആവില്ല. ഇനി ലിമിറ്റും ഉണ്ട്, ഫംഗ്ഷന് വാല്യൂ ഉണ്ട്, അത് രണ്ട് ഈക്വൽ ആവാതിരുന്നാലും കണ്ടിന്യൂസ് ആവില്ല. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആവാൻ പല കാരണങ്ങളുണ്ടായിരുന്നു. ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആയാൽ മതി, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാതിരുന്നാൽ മതി, ഇനി രണ്ടും ഉണ്ടായിട്ട് ഈക്വൽ ആവാതിരുന്നാൽ മതി. ഇതെല്ലാം ഡിസ്കണ്ടിന്യൂസിന് കാരണം. അപ്പോൾ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്കാര്യങ്ങളൊക്കെ ഉറപ്പായത് വാല്യൂ ഉണ്ട്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ പോയിന്റിലെ ലിമിറ്റും ഫംഗ്ഷന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. ഇനി മറ്റൊരു ചോദ്യം നമ്മൾ പറഞ്ഞു, കണ്ടിന്യൂസ് ആവാന്ന് പറയുമ്പോൾ ആ പോയിന്റിൽ ഗ്രാഫിന് ബ്രേക്ക് ഇല്ലാതെ വരും. മാത്തമാറ്റിക്കലായിട്ട് പറഞ്ഞു ആ പോയിന്റിൽ ലിമിറ്റും ഫംഗ്ഷന്റെ വാല്യൂ ഈക്വൽ ആവും. ഇത് രണ്ടും തമ്മിൽ എന്താണ് ബന്ധം? രണ്ടും ഒന്നാണ്. അത് തന്നെ ഈ പറയുന്ന രണ്ട് ആശയങ്ങളും ഒന്നാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ രണ്ട് എക്സാമ്പിൾ ബോർഡിൽ ഗ്രാഫ് സഹിതം ചെയ്ത് കാണിച്ചു തരാം. ശ്രദ്ധിച്ചു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, prove that f of x equal to x plus 2 is continuous at x equal to 2. നോക്കൂ, ഇതൊരു ലീനിയർ ഫംഗ്ഷൻ, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഉറപ്പായിട്ട് ഇതിന്റെ ഗ്രാഫ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ആ സ്ട്രൈറ്റ് ലൈനിന് ബ്രേക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ നമുക്കത് രണ്ട് തലക്കൊന്ന് തെളിയിച്ച് കാണിച്ചു തരാം. എങ്ങനെയാണ് കണ്ടിന്യൂസ് ആണ് പ്രൂവ് ചെയ്യേണ്ടത്? ലിമിറ്റും ഫംഗ്ഷന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കണം. ഇവിടെ at x equal to 2 ൽ f of 2 x ന് 2 എന്ന് കൊടുത്താൽ 2 plus 2 is equal to 4. അപ്പോൾ 2 എന്ന പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ 4. എന്നാ 2 എന്ന പോയിന്റിൽ ലിമിറ്റ് വാല്യൂ ചെയ്യാം. ലിമിറ്റ് acceptance to 2f of x is equal to limit acceptance to 2x plus 2. അതിൽ x ന് 2 എന്ന വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ 2 plus 2 is equal to 4. അപ്പോൾ നമുക്ക് 2 എന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ 4 ആണ്. 2 എന്ന പോയിന്റിലെ ലിമിറ്റ് 4 ആണ്. ലിമിറ്റും ഫംഗ്ഷന്റെ വാല്യൂ ഈക്വൽ ആണ്. ലിമിറ്റ് acceptance to 2f of x is equal to f of 2. Therefore, f is continuous at x equal to 2. ഇങ്ങനെയാണ് എക്സാമിന് ഒരു ക്വസ്റ്റിന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് തെളിയിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യണം. ആ പോയിന്റിലെ വാല്യൂ കാണും, ആ പോയിന്റിലെ ലിമിറ്റ് വാല്യൂ ചെയ്യാം, രണ്ട് ഈക്വൽ ആണ്, അതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ഗ്രാഫ് എന്ന് വരക്കാം. നമുക്ക് കാണാം ഈ 2 എന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ ഗ്രാഫ് ബ്രേക്ക് ഉണ്ടാവില്ല, അത് കണ്ടിന്യൂസ് ആയി. എങ്ങനെ f of x equal to x plus 2 എന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് വരക്കാം? x ആക്സിസ്, y ആക്സിസ്. നമുക്ക് അതിലെ പോയിന്റുകൾ മാർക്ക് ചെയ്യാം. 0 1 2 3 4. 1 2 3 4 5. -1 -2 -3. അതിന്റെ ഗ്രാഫ് x ന് 0 കൊടുത്താൽ 0 plus 2 2. x ന് 1 കൊടുത്താൽ 1 plus 2 3. 2 കൊടുത്താൽ 2 plus 2 4. 3 കൊടുത്താൽ 3 plus 2 5. -1 കൊടുത്താൽ -1 plus 1. -1 plus 2 1. -2 കൊടുത്താൽ -2 plus 2 0. അപ്പോൾ ഇതങ്ങനെ ജോയിൻ ചെയ്താൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇതാണ് f of x equal to x plus 2 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ്. വളരെ ക്ലിയർ അല്ലേ? 2 എന്ന പോയിന്റിൽ ഇത് കണ്ടിന്യൂസ് ആണ്, അതിന് ആ ഗ്രാഫിന് യാതൊരു ബ്രേക്കും ഇല്ല. 2 എന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ 4 ആണ്.
f of t equal to 4. ഇനി ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിന്റെ വാല്യൂ 2ലേക്ക് ലെഫ്റ്റിൽ നടത്താൻ റൈറ്റിൽ നടത്താൻ ഫംഗ്ഷന്റെ വാല്യൂ 4ലേക്ക് അടുക്കണം. ഇതങ്ങനെ y വാല്യൂ 4ലേക്ക് അടുക്കണം. അത് ലെഫ്റ്റിൽ നിന്നായാലും ശരി റൈറ്റിൽ നിന്നായാലും ശരി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യമാണ്. As x tends to 2, f of x tends to 4. അപ്പോൾ ലിമിറ്റ് 4 ആണ്. ഇവിടെ ലിമിറ്റും 4 ആണ്, ഫംഗ്ഷന്റെ വാല്യൂ 4 ആണ്. അതുകൊണ്ട് ഗ്രാഫ് അവിടെ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അവിടെ ഗ്രാഫ് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇനി ഡിസ്കണ്ടിന്യൂസ് ആവുന്നതിന് ഒരു എക്സാമ്പിൾ തരാം. അപ്പോൾ നമുക്ക് കാണാം, ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ ആ പോയിന്റിൽ ഗ്രാഫിന് ബ്രേക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനൊരു എക്സാമ്പിൾ തരാം, ശ്രദ്ധിച്ച് കണ്ടോ. നോക്കി മനസ്സിലാക്കിയല്ലോ എല്ലാവരും? വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കി ക്ലിയർ ആക്കിയതിന് ശേഷം അടുത്ത പ്രോബ്ലം കണ്ടാൽ. Question number 2. Prove that f of x equal to integral part of x, greatest integer function x, is discontinuous at x equal to 2. 2 will discontinuous ആണെന്നല്ലേ. നോക്കാം നമുക്ക്. What is f of 2? Integral part of 2 is equal to 2. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. ലിമിറ്റ് ഇവിടെ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും വേറെ വേറെ കാണാം. നേരത്തെ പോളിനോമിയൽ ഫംഗ്ഷൻ ആയിരുന്നു, അതിൽ ലെഫ്റ്റ് റൈറ്റ് വേറെ വേറെ കാണേണ്ട ആവശ്യം വരുന്നില്ല. ലിമിറ്റ് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ. ഇവിടെ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് വേറെ വേറെ കാണുക തന്നെ വേണം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂ 2 കുറവാണ്. അങ്ങനെ 2 കുറവാകുമ്പോൾ തൊട്ട് താഴെ ഇൻറ്റിജർ ആരാണ്? 1 ആണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഫംഗ്ഷന്റെ ലെഫ്റ്റ് ലിമിറ്റ് 1 ആണ്, 2 എന്ന പോയിന്റ്. ഇനി റൈറ്റ് ലിമിറ്റ് 2 പ്ലസ് എഫ് ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂ 2 കൂടുതലാണ്. 2 കൂടുതലാകുമ്പോൾ തൊട്ട് താഴെ ഇൻറ്റിജർ ആരായിരുന്നു? 2 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 2 എന്ന പോയിന്റിലെ റൈറ്റ് ലിമിറ്റ് 2 ആണ്, ലെഫ്റ്റ് ലിമിറ്റ് 1 ആണ്. വളരെ വ്യക്തമാണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല. Then limit does not exist. Limit does not exist. ലിമിറ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്താവില്ല? കണ്ടിന്യൂസ് ആവില്ല. f of x equal to integral part of x is discontinuous at x equal to 2 എന്ന പോയിന്റിൽ ആ ഫംഗ്ഷൻ എന്താണ്? ഡിസ്കണ്ടിന്യൂസ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ചാൽ 2 എന്ന പോയിന്റിൽ ബ്രേക്ക് ഉള്ളതായിട്ട് കാണാം. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷന്റെ ഗ്രാഫ് വരക്കാൻ? ഞാനത് ഒന്നുകൂടെ വരച്ചുതരാം, കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി. Zero, 1, 2, 3, 4. 1, 2, 3, 4, 5. Minus 1, minus 2, minus 1. എങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷന്റെ ഗ്രാഫ് നമ്മൾ വരക്കാറുള്ളത്? 0 മുതൽ 1 വരെയുള്ള ഏതൊരു സംഖ്യ എടുത്താൽ, ഏതൊരു റിയൽ നമ്പർ എടുത്താൽ അതിന്റെ തൊട്ട് താഴെ ഇന്റിജർ എന്ന് പറയുന്നത് 0 ആണ്. 1 മുതൽ 2 വരെയുള്ള എല്ലാ സംഖ്യകളുടെയും തൊട്ട് താഴെ ഇന്റിജർ ആണ് 1 ആണ്. 1 വാല്യൂ 0 അല്ല, 1 ആണ്. 2 വാല്യൂ 1 അല്ല, 2 ആണ്. ഇങ്ങനെ കഴിഞ്ഞ വർഷം പഠിച്ചത് കൊണ്ടല്ല, ഇതിന് നമ്മളൊരു പേരും പറഞ്ഞിരുന്നു പ്രത്യേകം, സ്റ്റെപ്പ് ഫംഗ്ഷൻ. സ്റ്റെപ്പായിട്ട് അതിൻ്റെ ഗ്രാഫ്. അതുകൊണ്ട്
ഇനി നമുക്ക് 2 എന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 2 എന്ന പോയിന്റിൽ വാല്യൂ 2 ആണ്. ഇനി ലെഫ്റ്റിലേക്ക് എക്സിന്റെ വാല്യൂ 2 കുറവാകുമ്പോഴൊക്കെ വാല്യൂ 1 ആണ്. 2 കൂടുതലാകുമ്പോഴൊക്കെ വാല്യൂ 2 ആണ്. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റ് 1 ആണ്, റൈറ്റ് ലിമിറ്റ് 2 ആണ്. അതാണ് നമ്മൾ പറഞ്ഞത് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ നോക്കൂ, ഇത് 2 എന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് എന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ ഗ്രാഫിൽ. ഈ ഗ്രാഫിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി എനിക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ഓൾ ഇന്റിജേഴ്സ്. 2 മാത്രമല്ല 1 2 3 4 0 -1 -2 -3 എല്ലാ ഇന്റിജർ പോയിന്റിലും ഈ ഫംഗ്ഷൻ ഗ്രാഫിന് ബ്രേക്ക് വരുന്നുണ്ട്. ക്ലിയർലി ദ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ഓൾ ഇന്റിജേഴ്സ്. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഗ്രാഫിൽ സംഭവിക്കുന്ന മാറ്റം എന്താണ്? ഇനി ഇതിൽ നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കാം, കണ്ടിന്യൂസ് ആവുന്നതും ആവാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 നേരത്തെ തുടർച്ചയായിട്ട് പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 3 prove that f of x is equal to x square minus x minus 6 by x minus 3 when x not equal to 5 when x equal to 3 is continuous at x equal to 3. ഈ പറയുന്ന ഫംഗ്ഷൻ 3 കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് നമ്മൾ എന്താ ചെയ്യണം? എന്താ പഠിച്ചതിപ്പോൾ ആ പറയുന്ന ഫംഗ്ഷനിൽ 3 എന്ന പോയിന്റിൽ ലിമിറ്റ് കാണണം, ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ കാണണം, അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അയാൾ അത് കണ്ടിന്യൂസ് ആണ് അല്ലെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആണ്. എക്സ് 3 അല്ലാത്തപ്പോഴൊക്കെ ഇതാണ് ഫംഗ്ഷൻ. എക്സ് ഈക്വൽ ടു 3 ആകുമ്പോൾ 5 ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ എഴുതുന്നു. When x equal to 3, value is 5. f of 3 is equal to 5. അപ്പോൾ 3 എന്ന പോയിന്റിലെ ഫംഗ്ഷന് വാല്യൂ ഉണ്ടല്ലോ. എന്നാൽ ലിമിറ്റ് x ടെൻഡ്സ് ടു 3 x സ്ക്വയർ മൈനസ് x മൈനസ് 6 ബൈ x മൈനസ് 3. ലിമിറ്റ് വാല്യൂ ആയിട്ടുള്ള രണ്ട് മെത്തേഡ് നമ്മൾ പഠിച്ചിരുന്നു. ഒന്ന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വർക്കൗട്ട് ആവില്ല. എക്സിന് 3 കൊടുത്താൽ നോക്കി ഡിനോമിനേറ്റർ 0 ആണ്, ന്യൂമറേറ്റർ 0. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചിരുന്ന മാർക്ക് എന്താ? ഫാക്ടറൈസേഷൻ. എങ്ങനെയാണ് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 3. നോക്കൂ, ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്, ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ മാത്രം ആഡ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള നമ്പർ കിട്ടും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയുള്ള നമ്പർ കിട്ടും. എന്ന് വെച്ചാൽ ആഡ് ചെയ്യുമ്പോൾ -1 എന്നും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 എന്നും പറയും. ഏതാണ് ആ സംഖ്യകൾ? ആഡ് ചെയ്താൽ -1 മൾട്ടിപ്ലൈ ചെയ്താൽ -6, -3 + 2 -3 + 2 -1 -3 × 2 -6. ഫാക്ടറൈസ് ചെയ്തല്ലോ. ശരി, ബൈ x മൈനസ് 3. അങ്ങനെ പറയണമെങ്കിൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആവണം കേട്ടോ, മറക്കരുത്. ഇനി എന്ത് ചെയ്യാം? x മൈനസ് 3 ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നിടത്ത് അഥവാ x + 2 എക്സിന് 3 കൊടുക്കും. 3 + 2 = 5. ഫംഗ്ഷന്റെ വാല്യൂ 5 ആണ്, ലിമിറ്റും 5 ആണ്. എന്നാൽ രണ്ടും കൂടെ ചേർത്ത് പറയാം നമുക്ക്. ലിമിറ്റ് x ടെൻഡ്സ് ടു 3 f of x is equal to f of 3. Therefore, f is continuous at x equal to 3. ഇങ്ങനെയാണ് ഫംഗ്ഷന്റെ വാല്യൂ 5 ആണ്. ഈ ഫംഗ്ഷന് 3 എന്ന പോയിന്റിൽ ലിമിറ്റും 5 ആണ്, ഈക്വൽ ആണ്, കണ്ടിന്യൂസ്. എന്നാൽ ഈ കണ്ടിന്യൂസ് ആവാത്ത ഒരെണ്ണം. ക്വസ്റ്റ്യൻ നമ്പർ 4
question. Prove that f of x is equal to x raised to 4 minus 16 by x minus 2 when x is not equal to 2 is equal to 16 when x equal to 2 is discontinuous, that means not continuous at x equal to 2. ഈ പറയുന്ന ഫംഗ്ഷൻ 2 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല എന്ന് പ്രൂവ് ചെയ്യാം. നമുക്ക് നോക്കാം. 2 എന്ന പോയിന്റിൽ ഫംഗ്ഷന് വാല്യൂ ഉണ്ട് കേട്ടോ. when x is equal to 2, f of x is equal to 16. That means f of 2 equal to 16. Then നമുക്ക് ലിമിറ്റ് എന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ലിമിറ്റ് acceptance to 2 f of x is equal to limit acceptance to 2 x raised to 4 minus 16 by x minus 2. A 16 can be written as 2 raised to 4. That's equal to ഇത് നിങ്ങൾ പഠിച്ച ഫോർമുല. algebraic limit acceptance to a x raised to n minus a raised to n by x minus n. എന്താ അതിന്റെ റിസൾട്ട്? ഈക്വൽ ടു n a raised to n minus 1. ഇവിടെ നോക്കിയിട്ടാ പറയാനുള്ളത്. that is equal to 4 into 2 raised to n into a raised to n minus 1. 2 raised to 4 into 2 raised to 3. What is 2 raised to 3? 8. That's equal to 4 into 8, 32. Function value 16. Limit value 32. They are not equal. That means limit acceptance to 2 f of x not equal to f of 2. Therefore, f is discontinuous at x equal to 2. ലിമിറ്റും ഫംഗ്ഷന്റെ വാല്യൂ ഈക്വൽ അല്ല, അതുകൊണ്ട് കണ്ടിന്യൂസ് അല്ല. ക്ലിയർ ആണ്? നമ്മൾ പഠിച്ചുള്ള ഓരോരോ മെത്തേഡുകൾ ഞാൻ ഓരോരോ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഫാക്ടറൈസേഷൻ കൊടുത്തു. അപ്പോൾ ഇതിൽ നമ്മൾ n a raised to n minus എന്നുള്ള ആൾജിബ്രിക് റിസൾട്ട് അപ്ലൈ ചെയ്തു. ഇനി അടുത്ത ട്രിഗണോമെട്രിക് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലം നോക്കി മനസ്സിലാക്കാം. വായിച്ചോട്ടെ. ശരി. ക്വസ്റ്റ്യൻ നമ്പർ 5. Prove that f of x is equal to sin 3x by x when x is not equal to 0. 1 when x is equal to 0 is discontinuous at x equal to 0. ഇത് 0 കണ്ടിന്യൂസ് അല്ല എന്ന് തെളിയിക്കും. നമുക്ക് 0 ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. When x is equal to 0, f of x is equal to 1. That means f of 0 is equal to 1. ഇനി നമ്മൾ എന്ത് കാണും? 0 എന്ന പോയിന്റിലെ ലിമിറ്റ് വാല്യൂറ്റ് ചെയ്യും. നോക്കിക്കോ. ലിമിറ്റ് acceptance to 0 f of x is equal to limit acceptance to 0 sin 3x by x. നേരത്തെ പറഞ്ഞ ഫോർമുല ഓർമ്മയുണ്ടാവും. ലിമിറ്റ് acceptance to 0 sin ax by x is equal to a. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് acceptance to 0 sin 3x by x is equal to 3. ഫംഗ്ഷന്റെ വാല്യൂ 1 ആണെങ്കിൽ 0 ലിമിറ്റിന്റെ വാല്യൂ 3 ആണ്. ലിമിറ്റ് acceptance to 0 f of x
not equal to f of 0. Therefore, f is discontinuous at x equal to 0. അപ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് ഫംഗ്ഷൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. കണ്ടിന്യൂസ് അല്ലെങ്കിൽ ലിമിറ്റ് ഫംഗ്ഷൻ്റെ വാല്യൂ ഈക്വൽ ആവില്ല, അതല്ലെങ്കിൽ ലിമിറ്റ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 6. നോക്കൂ, എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 6 ആയിട്ട് ഞാൻ തരുന്നത്? NCERT ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് f of x is equal to x cube minus 3 when x less than or equal to 2, x square plus 1 when x greater than 2 is continuous at x equal to 2. ഈ പറയുന്ന ഫംഗ്ഷൻ 2 കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൽ നിന്ന് ഇതിലേക്കുള്ള വ്യത്യാസം, ഫംഗ്ഷൻ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു എന്നല്ല തന്നിട്ടുള്ളത്, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ആക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. ഇങ്ങനെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്ന് തരുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും വേറെ വേറെ കാണും. ഇതൊക്കെ നമ്മൾ +1 പഠിച്ച കാര്യമാണ്. x equal to 2 ആവും. when x equal to 2, f of x equal to x cube minus 3. അപ്പോൾ 2 എന്ന പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ കാണാം. എവിടെ ഈക്വൽ ടു എന്നുള്ള ഇവിടെ അല്ലേ, x equal to 2. അപ്പൊ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ നമ്മൾ കാണാം f of 2 ആണ്. f of 2 is equal to 2 cube minus 3. What is 2 cube? 8. 8 minus 3 is equal to 5. f of 2 is equal to 5. 2 എന്ന പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ആവുമ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും വേറെ വേറെ കാണണം. ലെസ് ദാൻ ഉപയോഗിച്ച് ലെഫ്റ്റ് ലിമിറ്റ് കാണാം, ഗ്രേറ്റർ ദാൻ ഉപയോഗിച്ച് റൈറ്റ് ലിമിറ്റ് കാണാം. എന്നാ പറഞ്ഞു, ലിമിറ്റ് x tends to 2 minus f of x. x ന്റെ വാല്യൂ 2 കുറവാകും, ലെസ് ദാൻ 2 ആകും. ഇത് തന്നെയാണ് ഫംഗ്ഷൻ. ഇത് x cube minus 3. പോളിനോമിയലാണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മതിയാവും. x ന് 2 കൊടുത്താൽ 2 cube minus 3, 8 minus 3 is equal to 5. Left limit is equal to 5. Now we have to find the right limit. Limit x tends to 2 plus f of x. x ന്റെ വാല്യൂ 2 കൂടുതലാവും, ഗ്രേറ്റർ ദാൻ 2 ആവും. x സ്ക്വയർ പ്ലസ് 1. ആദ്യം x ന് 2 കൊടുത്താൽ 2 സ്ക്വയർ പ്ലസ് 1, 4 plus 1 is equal to 5. നോക്കൂ, ഫംഗ്ഷന്റെ വാല്യൂ 5 ആണ്, ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് എല്ലാം 5 ആണ്. എങ്കിൽ നമുക്ക് എല്ലാം കൂടെ ചേർത്തുണ്ടാവും. ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഈക്വൽ ആണെങ്കിൽ അതാണ് ലിമിറ്റിന്റെ വാല്യൂ. ലിമിറ്റ് x tends to 2, f of x is equal to f of 2. f is continuous at x equal to 2. മനസ്സിലായിട്ടില്ലേ? നോക്കൂ, ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നമുക്ക് ഇന്നത്തെ ടോപ്പിക് അവസാനിപ്പിക്കാം. വേണമെങ്കിൽ അതൊരു ഹോംവർക്കായിട്ട് തരാം. ഇതേ മെത്തേഡിൽ നിങ്ങൾ വന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ 7. Prove that f of x is equal to
2x plus 3 when x less than or equal to 2. Simple arguments. 2x minus 3 when x is greater than 2 is discontinuous at x equal to 2. ഇത് 2 ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് തെളിയിക്കും. ഹോംവർക്കായിട്ട് ചെയ്യില്ലേ? അതുകൂടെ ഞാൻ ചെയ്തു തരണം. ശരി, ഞാൻ തന്നെ ചെയ്തു തരാം. നിങ്ങളത് വായിച്ച് പഠിച്ചെടുക്കുക. നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ കാര്യം വളരെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് വേറെ വേറെ കാണണം. ലെസ് ദാൻ ഉപയോഗിച്ച് ലെഫ്റ്റ് ലിമിറ്റ് കാണണം, ഗ്രേറ്റർ ദാൻ ഉപയോഗിച്ച് റൈറ്റ് ലിമിറ്റ്. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂ 2 കുറവാകും. 2x പ്ലസ് 3. അതിൽ എക്സിന് 2 കൊടുത്ത് നോക്കി. 2 into 2 4 plus 3 is equal to 7. ലെഫ്റ്റ് ലിമിറ്റിന്റെ വാല്യൂ 7 ആണെങ്കിൽ റൈറ്റ് ലിമിറ്റിന്റെ വാല്യൂ എന്താണ്? എക്സിന്റെ വാല്യൂ 2 കൂടുതലാണ്. When x is greater than 2, 2x minus 3. Direct substitution. X ന് 2 കൊടുത്താൽ 2 into 2 4 minus 3. ലെഫ്റ്റ് ലിമിറ്റ് 7 ആണെങ്കിൽ റൈറ്റ് ലിമിറ്റ് 1 ആണ്. LHL not equal to RHL. Left hand limit not equal to right hand limit. Limit does not exist. Limit illa ennu vechal artham discontinuous. F is discontinuous at x equal to 2. നേരത്തെ തന്ന ഫംഗ്ഷൻ 2 കണ്ടിന്യൂസ് ആയിരുന്നു. എന്നാൽ ഈ പ്രോബ്ലം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് 2 ഡിസ്കണ്ടിന്യൂസ്. ഇത്രയും പാഠഭാഗങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് കൂടുതൽ മറ്റ് തരത്തിലുള്ള പ്രോബ്ലം ചെയ്യാറുണ്ട്. അത് അടുത്ത ക്ലാസ്സിലാവട്ടെ. ഓക്കെ, താങ്ക് യു.